സോ ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു മൈനസ് സിഗ്മ മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി മൈനസ് മ്യൂ സിഗ്മ ഡോ എച്ച് ബൈ ഡോ ടി ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡെൽ ക്രോസ് ഡോ ഇ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് മ്യൂ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ എന്ന് കിട്ടും. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സിഗ്മ ഡെൽ ക്രോസ് ഇ ആണ്. ദെൻ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടി മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി കിട്ടി. അപ്പോൾ എൻ്റെ ഒരു മൈനസ് സിഗ്മ മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി ദെൻ എന്താണ് ദെൻ എപ്സിലോൺ ഡെൽ ക്രോസ് ഡോ ഇ ബൈ ഡോ ടി ആണ്. എപ്സിലോൺ ഡെൽ ക്രോസ് ഡോ ഇ ബൈ ഡോ ടി ആണ്. അപ്പോൾ എൻ്റെ ഒരു എപ്സിലോൺ മ്യൂ ഇവിടെ ഡെൽ ക്രോസ് ഡോ ഇ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് മ്യൂ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ ആണ്. സോ എൻ്റെ ഒരു ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് എന്താണ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി മൈനസ് മ്യൂ എപ്സിലോൺ എന്ത് വരും ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ മൈനസ് സിഗ്മ മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ദെൻ സിമിലർലി നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ ഡെൽ സ്ക്വയർ ഓക്കെ ഇവിടെ എന്ത് പറ്റി ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡെൽ സ്ക്വയർ ഇന്ന് നമ്മൾ എഴുതിയില്ലേ. സിമിലർലി നമുക്ക് ഇവിടെ എന്ത് തന്നെ എഴുതാനായിട്ട് സാധിക്കും മൈനസ് ഡെൽ സ്ക്വയർ എച്ച് ഈക്വൽ ടു ഡെൽ സ്ക്വയർ എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും ഡെൽ സ്ക്വയർ എച്ച് ഈക്വൽ ടു എന്ത് കിട്ടും ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മൈനസ് ഡെൽ സ്ക്വയർ എച്ച് എന്ന് കിട്ടും. ദാറ്റ് ഈസ് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് ഡെൽ സ്ക്വയർ എച്ച് ഈക്വൽ ടു മൈനസ് സിഗ്മ മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ. ദെൻ ഫൈനൽ ആൻസർ എന്ത് കിട്ടും ഡെൽ സ്ക്വയർ എച്ച് ഈക്വൽ ടു സിഗ്മ മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി പ്ലസ് എന്ത് വരും മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ. സിമിലർ ഇക്വേഷൻ തന്നെയാണ്, ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് പറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ അപ്പം ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വേവ് ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേവ് ഇക്വേഷനാണ് ഇതെന്ന് പറഞ്ഞത്. ഡെൽ സ്ക്വയർ എച്ച് ഈക്വൽ ടു മ്യൂ സിഗ്മ ഡോ എച്ച് ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ. ദിസ് ഈസ് ദ വേവ് ഇക്വേഷൻ ഫോർ magnetic field. Okay, this is the wave equation for magnetic field. Then where mu എന്ന് പറയുന്നത് എന്തായിരുന്നു permeability, then sigma is the conductivity, then mu is the permeability again, then epsilon is the permittivity. Okay, del square h equal to mu sigma dou h by dou t plus mu epsilon dou square h by dou t square. Then that's the wave equations are. അപ്പോൾ wave equations എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ഇക്വേഷൻസ് ആണ് വേവ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ജനറൽ വേവ് ഇക്വേഷൻസ്. ഇതിന് നമ്മൾ ഓരോ എന്താണ് ലോസി ഡൈഇലക്ട്രിക്കിൻ്റെ കേസിലും ഗുഡ് കണ്ടക്ടറിൻ്റെ കേസിലും ലോസ്ലെസ് മീഡിയത്തിലൊക്കെ ഇത് വാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ജനറൽ ഇക്വേഷൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും ബൈ ഹാർട്ട് ആക്കും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡെറിവേഷൻസ് പഠിക്കണം. ദെൻ ഇത് എന്താണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന കൊണ്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഡെൽ സ്ക്വയർ ഈക്വൽ ടു മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ആൻഡ് ഡെൽ സ്ക്വയർ എച്ച് ഈക്വൽ ടു മ്യൂ സിഗ്മ ഡോ എച്ച് ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻ സിമിലർ ആണ്. ഇവിടെ ഇയുടെ പ്ലേസിൽ എന്ത് വന്നു എച്ച് വന്നു. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ഓക്കെ, അത് മാത്രമാണ് ഡിഫറൻസ് ആയിട്ടുള്ളത്. ദെൻ ആസ് വി ഹാവ് മെൻഷൻഡ് എർലിയർ ദാറ്റ് സിഗ്മ നോട്ട് ഈക്വൽ ടു 0 ഫോർ എ കണ്ടക്റ്റീവ് മീഡിയം. ഒരു കണ്ടക്റ്റീവ് മീഡിയത്തിന് എങ്ങനെയാണ് സിഗ്മ 0 അല്ല അല്ലേ, 0 അല്ല, നോട്ട് ഈക്വൽ ടു 0 ആണ്. ദിസ് മീൻസ് ദാറ്റ് ദി ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഗീവ്സ് റൈസ് ടു എ കണ്ടക്ഷൻ കറണ്ട് അല്ലേ. അപ്പോൾ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ജെ ഈക്വൽ ടു സിഗ്മ ഇ ആണ്. ആ സിഗ്മ നോട്ട് ഈക്വൽ ടു 0, സിഗ്മ 0 അല്ല. സോ എന്ത് വരും ജെ ഈക്വൽ ടു സിഗ്മ ഇ. അപ്പോൾ അവിടെ ഒരു കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാകും മീഡിയത്തിൽ. ദിസ് ലീഡ്സ് ടു ഡിസിപ്പേഷൻ ഓഫ് പവർ
ആൻഡ് ഹെൻസ് അറ്റുനേഷൻ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇത് കാരണം കൊണ്ട് കണ്ടക്ഷൻ കറണ്ട് കാരണം കൊണ്ട് എന്തുണ്ടാകും? ലീഡ്സ് ടു ദി ഡിസിപ്പേഷൻ ഓഫ് പവർ ഡിസിപ്പേഷൻ ഉണ്ടാകും. ആൻഡ് ഹെൻസ് അറ്റുനേഷൻ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ അറ്റുനേഷൻ സംഭവിക്കും. ദ ടേംസ് റെസ്പോൺസിബിൾ ഫോർ ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഏതായിരിക്കും? മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി ആയിരിക്കും ഇവിടെ നമ്മുടെ അറ്റുനേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ്? സിഗ്മ നോട്ട് ഈക്വൽ ടു 0 ആയത് കാരണം കൊണ്ട്. മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി ആൻഡ് മ്യൂ സിഗ്മ ഡോ എച്ച് ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ ആസ് വി ഹാവ് മെൻഷൻഡ് ഏർലിയർ, എന്താണ് സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് മീഡിയത്തിന് എങ്ങനെയായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാകും. ജെ എന്ന് പറയുന്നത് സിഗ്മ ഇ ആണ്. സോ അവിടെ ഒരു കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാകും സിഗ്മ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട്. ദെൻ അത് കാരണം കൊണ്ട് എന്തുണ്ടാകും? വേവിൻ്റെ അറ്റുനേഷൻ സംഭവിക്കും. ഓക്കെ, പവർ ഡിസിപ്പേഷൻ ഉണ്ടാകും ആൻഡ് ദർ വിൽ ബി ആൻ അറ്റുനേഷൻ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ആൻഡ് ദ ടേംസ് റെസ്പോൺസിബിൾ ഫോർ ലോസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സിഗ്മ വരുന്ന ടേംസ് അല്ലേ? മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി ആൻഡ് മ്യൂ സിഗ്മ ഡോ എച്ച് ബൈ ഡോ ടി. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടിയും ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ മ്യൂ സിഗ്മ ഡോ എച്ച് ബൈ ഡോ ടിയും. ആൻഡ് മാക്സ്വെൽസ് ഇക്വേഷൻ ഫേസർ ഫോമിൽ നമുക്ക് എന്താ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ആണ് ആൻഡ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഡെൽ ക്രോസ് സി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡെൽ ക്രോസ് സി ഈക്വൽ ടു മാക്സ്വെൽ ഇക്വേഷൻ ഡെൽ ക്രോസ് സി ഈക്വൽ ടു മൈനസ് ഡോ ബി ഡിവൈഡഡ് ബൈ ഡോ ടി അല്ലേ? ആൻഡ് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു സിഗ്മ ഇ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി അല്ലേ? ഓക്കെ, ഞാനൊന്നും കൂടെ എഴുതാം. അപ്പോൾ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ആൻഡ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ദെൻ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ആസ് ബി ഈക്വൽ ടു ബി എന്ന് പറയുന്നത് മ്യൂ എച്ച് ആയത് കാരണം കൊണ്ട് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് എന്ന് വരും. ഓക്കെ, മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി ആൻഡ് ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ജെ ഡി അല്ലേ? ജെ പ്ലസ് ജെ ഡി ദാറ്റ് ഈസ് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഇ ആൻഡ് ജെ ഡി എന്ന് പറയുന്നത് എന്ത് വരും? ജെ ഡി ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി. സോ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ. സോ ഡോ ഡി ബൈ ഡോ ടി ഈക്വൽ ടു എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. സോ ഈക്വേഷൻ എന്താകും? സിഗ്മ ഇ പ്ലസ് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി എന്ന് വരും. ഓക്കെ, ഇതാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫേസർ ഫോമിലേക്ക് ആക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഡോ ബൈ ഡോ ടിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു? ഡോ ബൈ ഡോ ടി ഈക്വൽ ടു ജെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, റീപ്ലേസ് ഡോ ബൈ ഡോ ടി ബൈ ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ആൻഡ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആൻഡ് ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്ത് വരും? ഡെൽ ക്രോസ് ഇ എന്തായിരുന്നു? മൈനസ് ഡോ ബി ബൈ ഡോ ടി അല്ലെ? മൈനസ് ഡോ ബി ബൈ ഡോ ടി ദാറ്റ് ഈസ് മ്യൂ മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി ആയിരുന്നു. അപ്പോൾ ഡോ ബൈ ഡോ ടിക്ക് എന്ത് വരും? ജെ ഒമേഗ കൊടുക്കുമ്പോൾ മൈനസ് ജെ ഒമേഗ മ്യൂ എച്ച് എന്ന് വരും. ആൻഡ് ഡെൽ ക്രോസ് എച്ച് എന്ത് ആവും? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു സിഗ്മ ഇ പ്ലസ് എന്തായിരുന്നു? എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി ആയിരുന്നു. ഡോ ബൈ ഡോ ടിക്ക് ജെ ഒമേഗ കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? ജെ ഒമേഗ എപ്സിലോൺ ഇ എന്ന് വരും. ജെ ഒമേഗ എപ്സിലോൺ ഇ. ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു സിഗ്മ ഇ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ഇ. ഇതാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ ഫേസർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം പഠിച്ച മാക്സ്വെൽസ് ഇക്വേഷൻ ഫോർ ടൈം വേരിയിങ് ഫീൽഡിലെ എന്ത് ചെയ്യുന്നു? ഡോ ബൈ ഡോ ടിക്ക് പകരം ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, ഡെൽ ക്രോസ് സി ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ എച്ച് ആൻഡ് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു സിഗ്മ ഇ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ഇ എന്ന് വരും. ദെൻ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ, ബി ഈക്വൽ ടു മ്യൂ എച്ച്.
ദെൻ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണല്ലേ. ഫോർ എ കണ്ടക്റ്റിംഗ് മീഡിയം സിഗ്മ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ടേക്കിംഗ് കേൾ ഓഫ് എക്സ്പ്രഷൻ ആൻഡ് റോ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഈ 3 and 4 ഈ എക്സ്പ്രഷൻസിൽ കേൾ എടുത്തു കഴിയുമ്പോൾ ആൻഡ് വെക്റ്റർ ഐഡൻറ്റിറ്റി യൂസിങ് എ വെക്റ്റർ ഐഡൻറ്റിറ്റി എക്സ്പ്രഷൻ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു -j⍵μ ഡെൽ ക്രോസ് എച്ച് ആൻഡ് ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്ത് വരും? -j⍵μ ദെൻ സിഗ്മ ഇ പ്ലസ് j⍵ε ഇ എന്ന് വരും. ദെൻ -del² ഇ എന്ന് പറയുന്നത് എന്താണ്? -j⍵μ സിഗ്മ പ്ലസ് j⍵ε ഇ. ദെൻ del² ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടും? del² ഇ എന്ന് പറയുന്നത്. ഓക്കെ, del² ഇ എന്ന് പറയുന്നത് j⍵μ സിഗ്മ പ്ലസ് j⍵ε ഇ എന്ന് കിട്ടും. j⍵μ ഇതെങ്ങനെയാണ് വന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത ഡെറിവേഷൻസ് ഒരു കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ദെൻ ഇതിനകത്ത് നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? j⍵μ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഏതാണ്? del² ഇ ഈക്വൽ ടു μ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് μ എപ്സിലോൺ ഡോ² ഇ ബൈ ഡോ ടി സ്ക്വയർ. ഇതിനകത്തേക്ക് ഡോ ബൈ ഡോ ടിക്ക് j⍵ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താകും? നമ്മുടെ ഇക്വേഷൻ വേവ് ഇക്വേഷൻ എന്താണ്? del² ഇ ഈക്വൽ ടു μ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് μ എപ്സിലോൺ ഡോ² ഇ ബൈ ഡോ ടി സ്ക്വയർ ആണ്. ദെൻ ഇതിൽ ഡോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു j⍵ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വിച്ച് ഇംപ്ലൈസ് del² ഇ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അപ്പോൾ del² ഇ ഈക്വൽ ടു μ സിഗ്മ j⍵ എന്ന് പറഞ്ഞാൽ ഡോ ഇ ബൈ ഡോ ടി ആണ്. μ സിഗ്മ j⍵e ഓക്കെ j⍵e പ്ലസ് μ എപ്സിലോൺ ഡോ² ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? j² ഇ എന്ന് വരും. ദെൻ എഗെയിൻ j⍵μ കോമൺ ആണല്ലേ. j⍵μ ഈ കോമൺ ആണ്. സോ j⍵μ ഇൻറ്റു വെളിയിലേക്ക് എടുക്കുക. j⍵μ പോയി കഴിഞ്ഞാൽ ഇവിടെ എപ്സിലോൺ ഉണ്ട്. എപ്സിലോൺ പ്ലസ് ഇവിടെ എന്ത് വരും? സിഗ്മ പ്ലസ് എന്ത് വരും? ഇവിടെ ഒരു j⍵ε ഉണ്ട്. j⍵ε ദെൻ ഇ. ഓക്കെ, j⍵μ ഇൻറ്റു സിഗ്മ പ്ലസ് j⍵ε ഇ. ഈ ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേവ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചു. del² ഇ ഈക്വൽ ടു μ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് μ എപ്സിലോൺ ഡോ² ഇ ബൈ ഡോ ടി സ്ക്വയർ. ദെൻ അതിനകത്തേക്ക് ഡോ ബൈ ഡോ ടിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? j⍵ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഇസ് del² ഇ ഈക്വൽ ടു എന്ത് വരും? μ സിഗ്മ j⍵e പ്ലസ് μ എപ്സിലോൺ j²⍵² ഇ എന്ന് വരും. ദെൻ അതിൽ കോമൺ ഏതാണ്? j⍵μ ആണ്. j⍵μ ഔട്ട് സൈഡ് എടുക്കുന്നു. j⍵μ ഇൻറ്റു സിഗ്മ ബാലൻസ് എന്നുള്ള സിഗ്മ പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു j⍵ ഉണ്ട്. ദെൻ ഒരു എപ്സിലോൺ ഉണ്ട്. j⍵ε ഇൻറ്റു ഇ. ദാറ്റ് ഈസ് del² ഇ ഈക്വൽ ടു j⍵μ ഇൻറ്റു സിഗ്മ പ്ലസ് j⍵ε ഇ എന്ന് കിട്ടും. ദെൻ അപ്പോൾ എന്ത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം? del² ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടി? del² ഇ ഈക്വൽ ടു j⍵μ ഇൻറ്റു സിഗ്മ പ്ലസ് j⍵ε ഇ എന്ന് കിട്ടും. ദെൻ ദിസ് ടേം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് γ². ഈ ടേമിന് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും? γ² എന്ന് റീപ്ലേസ് ചെയ്യാം. വേർ γ² എന്ന് പറയുന്നത് എന്തായിരിക്കും? γ² ഈക്വൽ ടു j⍵μ ഇൻറ്റു സിഗ്മ പ്ലസ് j⍵ε ആയിരിക്കും. ഓക്കെ, j⍵μ ഇൻറ്റു സിഗ്മ പ്ലസ് j⍵ε ആയിരിക്കും. സോ നമ്മുടെ ഇക്വേഷൻ എന്താകും? del² ഇ ഈക്വൽ ടു γ² ഇ എന്ന് വരും. ഓക്കെ, del² ഇ ഈക്വൽ ടു γ² ഇ. ദെൻ സിമിലർലി നമുക്ക് del² എച്ചിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? del² എച്ച് ഈക്വൽ ടു μ സിഗ്മ ഡോ എച്ച് ബൈ ഡോ ടി. ഓക്കെ, ഡോ എച്ച് ബൈ ഡോ ടി പ്ലസ് μ എപ്സിലോൺ ഡോ² എച്ച് ബൈ ഡോ ടി സ്ക്വയർ ആയിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ്
ജെ ഒമേഗ ഈക്വൽ ടു ഡോ ബൈ ഡോ ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജെ ഒമേഗ ഈക്വൽ ടു ഡോ ബൈ ഡോ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജെ ഒമേഗ ഈക്വൽ ടു ഡോ ബൈ ഡോ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഡെൽ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? മ്യൂ സിഗ്മ ഡോ ബൈ ഡോ ടി. മ്യൂ സിഗ്മ ഡോ ബൈ ഡോ ടി എച്ച് ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ടി എച്ചിൻ്റെ പ്ലേസിൽ എന്ത് വരും? ഓക്കെ, മ്യൂ സിഗ്മ ജെ ഒമേഗ എച്ച് എന്ന് വരും അല്ലേ? ജെ ഒമേഗ മ്യൂ സിഗ്മ ജെ ഒമേഗ എച്ച് പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും? ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ എച്ച് എന്ന് വരും. ദെൻ എഗെയിൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ എന്ത് വെളിയിലേക്ക് എടുക്കുകയാണ്? കോമൺ ആയിട്ടുള്ള ടേംസ് ജെ ഒമേഗ മ്യൂ വെളിയിലേക്ക് എടുക്കുന്നു. ബാലൻസ് സിഗ്മ ഉണ്ട്. സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ഇൻറ്റു എച്ച് എന്ന് വരും. ദെൻ ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ്, ദിസ് ടേം ഈസ് റെപ്രസെൻറ്റഡ് ആസ് വാട്ട്? എന്തായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഗാമ സ്ക്വയർ, ദാറ്റ് ഈസ് ഗാമ സ്ക്വയർ എച്ച് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ എച്ച് ഈക്വൽ ടു ഗാമ സ്ക്വയർ എച്ച് എന്ന് നമുക്ക് കിട്ടും. ഈ എച്ച് ബോൾഡായിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്? വെക്റ്റർ ഫീൽഡാണെന്ന് ഓർക്കുക. ഓക്കെ, ഈയും ബോൾഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബോൾഡായിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്? വെക്റ്റർ ഫീൽഡാണെന്ന് ഓർക്കുക. വെക്റ്ററാണ്. ഓക്കെ, വെക്റ്റർ റെപ്രസെൻറ്റേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ വെക്റ്ററിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും അല്ലേ? മേളിൽ ആരോ ഇട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതിന് പകരം നമ്മൾ ബോൾഡായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽ സ്ക്വയർ ഈക്വൽ ടു ഗാമ സ്ക്വയർ എന്നും ഡെൽ സ്ക്വയർ എച്ച് ഈക്വൽ ടു ഗാമ സ്ക്വയർ എച്ച് എന്നും കിട്ടും. ദിസ് വെക്റ്റർ വേവ് ഇക്വേഷൻസ് ആർ കോൾഡ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻസ് എന്നാണ് പറയുന്നത് ഈ വെക്റ്റർ വേവ് ഇക്വേഷൻസിനെ. ദെൻ ഇവിടെ നമുക്ക് ഗാമ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ജെ ഒമേഗ മ്യൂ സിഗ്മ പ്ലസ് ജെ ഒമേഗ ഇ. ഗാമ സ്ക്വയർ ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ ദെൻ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ. ഓർ ഗാമേനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും? റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ദെൻ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോണിന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത്? ഈ ഇക്വേഷൻസ്, ദിസ് ഇക്വേഷൻസ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു ഗാമ സ്ക്വയർ ഇ ആൻഡ് ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു ഗാമ സ്ക്വയർ എച്ച്. ദിസ് ഇക്വേഷൻസ് ആർ കോൾഡ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻസ്. ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. വേവ് ഇക്വേഷൻസ് ഇൻ ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻസ്. ഓക്കെ, വേവ് ഇക്വേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഗാമ സ്ക്വയറിൻ്റെ ടേംസിൽ. അതിനെ പറയുന്നതാണ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻസ്, വേർ ഗാമ സ്ക്വയർ ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ. ദെൻ ദ കോംപ്ലക്സ് നമ്പർ ഗാമ ഈസ് കോൾഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ ഗാമേനെ എന്തെന്നാണ് പറയുന്നത്? ഗാമ ഈസ് കോൾഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. ഗാമയെ നമ്മൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഗാമ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ കോംപ്ലക്സ് ഫോം. ഓക്കെ, ഗാമ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ കോംപ്ലക്സ് ഫോം ആസ് ഗാമ ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ. ഗാമേനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും? ആൽഫ പ്ലസ് ജെ ബീറ്റ. ഗാമേനെ പറയുന്നതാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ കോംപ്ലക്സ് ഫോം ആസ് ഗാമ ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ, വേർ ആൽഫേനെ എന്തെന്നാണ് പറയുന്നത്? അറ്റുനുവേഷൻ കോൺസ്റ്റൻറ്റ്. ആൽഫ ഈസ് നോൺ ആസ് അറ്റുനുവേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഗാമ ആൽഫ ഈസ് കോൾഡ് അറ്റുനുവേഷൻ കോൺസ്റ്റൻറ്റ്. ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലത്തിലൊക്കെ പ്രോബ്ലംസ് based on these equations, problems must be there in the exams അല്ലേ? എക്സാംസിനൊക്കെ പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന ചിലപ്പോൾ അറ്റനുവേഷൻ കോൺസ്റ്റൻറ്റ് എന്താണ് കണ്ടുപിടിക്കാൻ പറയും. ദെൻ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ടേംസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗാമ ആൽഫ പ്ലസ് ജെ ബീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഗാമേനെ പറയുന്നതാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, ആൽഫേനെ പറയുന്നതാണ് അറ്റുനേഷൻ കോൺസ്റ്റൻറ്റ്. ആൽഫ എങ്ങനെ മെഷർ ചെയ്യുന്ന? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നെപ്പർ പെർ മീറ്റർ. നെപ്പർ പെർ മീറ്റർ, യൂണിറ്റ് ഈസ് നെപ്പർ, എൻ പി, നെപ്പർ പെർ മീറ്റർ. നെപ്പർ പെർ മീറ്റർ ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ ലോസ്ലെസ് ട്രാൻസ്മിഷൻ, ലോസ്ലെസ് ട്രാൻസ്മിഷൻ
നമ്മൾ പറഞ്ഞിട്ടില്ല ലോസ്ലെസ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞില്ല. ലോസ്ലെസ് ട്രാൻസ്മിഷൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? ആൽഫ 0 ആയിരിക്കും. സോ ഗാമേനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും? For lossless transmission alpha equal to 0, so gamma equal to j beta ആയിരിക്കും. ഈ കേസിൽ wave is propagated without attenuation. ഓക്കെ, ലോസ്ലെസ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക ലോസ് ഒന്നുമില്ല അല്ലേ. ലോസ്ലെസ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ലോസ് ഒന്നുമില്ല. സോ അറ്റുനേഷൻ ഉണ്ടാകില്ല. വേവിന് അറ്റുനേഷൻ ഒന്നും ഉണ്ടാവില്ല. സോ ലോസ്ലെസ് ട്രാൻസ്മിഷൻ്റെ കേസിൽ അറ്റുനേഷൻ കോൺസ്റ്റൻറ്റ് ആൽഫ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഗാമയെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ജെ ബീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ജെ ബീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സ്മോളർ ദി വാല്യൂ ഓഫ് ആൽഫ ബെറ്റർ ദി ട്രാൻസ്മിഷൻ ഈസ്. ഓക്കെ, അപ്പം ആൽഫ എന്ന് പറയുന്നത് തന്നെ എന്താണ്? അറ്റുനേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അറ്റുനേഷൻ കുറവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ട്രാൻസ്മിഷൻ ബെറ്റർ ആയിരിക്കും അല്ലേ. സ്മോളർ ദി വാല്യൂ ഓഫ് ആൽഫ ദെൻ ട്രാൻസ്മിഷൻ എങ്ങനെയായിരിക്കും? ബെറ്റർ ആയിരിക്കും. As we see later. Okay, similarly it can be shown that beta gives the phase variation per unit distance and hence it is called phase constant. Beta എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഗാമ ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആൽഫ എന്തായിരുന്നു? അറ്റുനേഷൻ കോൺസ്റ്റൻറ്റ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ആൽഫയുടെ വാല്യൂ അത് സ്മോളർ മീൻസ് എന്താണ്? അറ്റുനേഷൻ കുറവായിരിക്കും, ട്രാൻസ്മിഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ആൻഡ് സിമിലർലി ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ബീറ്റ ഗീവ്സ് ദ ഫേസ് വേരിയേഷൻ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഫേസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഫേസ് കോൺസ്റ്റൻ്റ് എന്നാണ് ബീറ്റയെ പറയുന്നത്. ഫേസ് കോൺസ്റ്റൻറ്റ്. ബീറ്റ ഈസ് നോൺ ആസ് ഫേസ് കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് ദ ഫേസ് വേരിയേഷൻ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. ബീറ്റ ഈസ് നോൺ ആസ് ഫേസ് കോൺസ്റ്റൻറ്റ്. It is the phase variation per unit distance. Okay, phase variation per unit ഡിസ്റ്റൻസിനെയാണ് ഫേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ റേഡിയൻ പെർ യൂണിറ്റ്, റേഡിയൻ പെർ മീറ്റർ. ഓക്കെ, റേഡിയൻ പെർ മീറ്റർ ആണ് ഫേസ് കോൺസ്റ്റൻറ്റ് ബീറ്റയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റീസ് ഇൻ ദി തിയറി ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ഈസ് ഗാമ. ഗാമ എന്ന് പറയുന്നത് നമ്മൾ വേവ് പ്രൊപ്പഗേഷൻ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഗാമ. ഗാമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. ദെൻ ഗാമേനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ആൽഫ പ്ലസ് ജെ ബീറ്റ. ആൽഫ ഈസ് attenuation constant and beta is the phase constant. Alpha is measured in Nepper per meter and phase constant beta is measured in radian per meter. It may be noted that gamma has two values. We shall follow the convention of taking the root of gamma square such that the real part that is alpha is positive. It can be seen that beta is always positive in this case. അപ്പം നമുക്കറിയാം ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ജെ ഒമേഗ മ്യൂ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ആയിരുന്നു. അപ്പോൾ ഗാമ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇത് വരും അല്ലേ, റൂട്ട് ഗാമ സ്ക്വയർ വരും. അപ്പോൾ ഗാമയ്ക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. സോ വി ഷൽ ഫോളോ ദി കൺവെൻഷൻ ഓഫ് ടേക്കിംഗ് ദി റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ സച്ച് ദാറ്റ് റിയൽ പാർട്ട് ആൽഫ പോസിറ്റീവ് ആകുന്ന രീതിയിലായിരിക്കണം നമ്മൾ റൂട്ട് വാല്യൂസ് എടുക്കേണ്ടത്. ഓക്കെ, ദെൻ ബീറ്റ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബീറ്റ ഈസ് ഓൾസോ പോസിറ്റീവ് ഇൻ ദിസ് കേസ്. അപ്പോൾ ഗാമ എന്ന് പറയുന്നത് ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് ജെ ഒമേഗ മ്യൂ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ആണ്. ദെൻ ഗാമ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ദിസ് വാല്യൂ ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ദിസ് വാല്യൂ വരും. ആൻഡ് പോസിറ്റീവ് ആൽഫ പോസിറ്റീവ് ആകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഗാമയുടെ വാല്യൂ എടുക്കേണ്ടത്. ആൻഡ് ആ കേസിൽ എങ്ങനെയായിരിക്കും? ബീറ്റയും പോസിറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, ഡയറക്റ്റ് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ 8.33. ഇക്വേഷൻ 8.33യുടെ ഡയറക്റ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഹോപ്പ്ലെസ്ലി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ വി മേക്ക് സം സിംപ്ലിഫൈങ് അസംഷൻസ്. ഡയറക്റ്റായിട്ട് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ടാസ്ക് ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ച് സിംപ്ലിഫൈങ് അസംഷൻസ് ഇവിടെ യൂസ് ചെയ്യാണ്. ലെറ്റ് us accept that electric field has only an x കമ്പോണൻറ്റ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് ഒരു എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി z കോർഡിനേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇലക്ട്രിക് ഫീൽഡിന് ഒരു എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ്
അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇസഡ് കോർഡിനേറ്റിനെയാണ്. ആൻഡ് ഇ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് ആൻഡ് വൈ. എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ ഇനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും? ഇ ഹാസ് ആൻ എക്സ് കമ്പോണൻറ്റ് ഇ എക്സ് that depends upon z. Okay, z നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി എ ഫങ്ഷൻ ഓഫ് z. സോ ഇ എക്സ് ഓഫ് z ആൻഡ് ഇറ്റ് ഈസ് എക്സ് കമ്പോണൻ്റ് ആയതുകൊണ്ട് യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? എ എക്സ് ആയിരിക്കും. ഓക്കെ, ഇ ഹാസ് ഓൺലി എക്സ് കമ്പോണൻറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ഓൺലി എക്സ് കമ്പോണൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് z. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി z കോർഡിനേറ്റ് ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ x ആൻഡ് y കോർഡിനേറ്റ്. സോ ഇ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് E h of z ax, where ax is the unit vector. Okay, now നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു ഗാമ സ്ക്വയർ ഇ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. സോ ദിസ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ടു ദിസ് ഇക്വേഷൻ. ദെൻ നമുക്ക് എന്ത് കിട്ടും? ഡോ സ്ക്വയർ നമ്മുടെ എക്സ് കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം? ഇസഡ്. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഈ ഒരു ടേം മാത്രം, വിത്ത് റെസ്പെക്ട് ടു ഡോ സ്ക്വയർ ഇ എക്സ് ബൈ ഡോ ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന ടേം മാത്രമായിരിക്കും ഡെൽ സ്ക്വയർ ഇയിൽ എന്താ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. ബാക്കി ഡോ ബൈ ഡോ എക്സ്, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയറും എന്താകും? 0 ആകും. കാരണം ഇക്ക് എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇസഡ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഡോ സ്ക്വയർ ഇ എക്സ് ബൈ ഡോ ഇസഡ് സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഗാമ സ്ക്വയർ ഇ എന്ന് നമുക്ക് കിട്ടും. വിത്ത് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഈ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു C1 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ? C1 ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് C2 ഇ റേസ് ടു ഗാമ ഇസഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. വേർ C1 C2 എന്ന് പറയുന്നത് കോംപ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഗാമ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ പ്ലസ് ജെ ബീറ്റ ആസ് യൂഷ്വൽ. ദെൻ ടേക്കിൻ ദ കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ് C1നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? C1നെ എങ്ങനെ എടുക്കുകയാണ്? C1 ഈക്വൽ ടു ടേക്കിംഗ് ലെറ്റ് C1 ഈക്വൽ ടു എ ഇ റേസ് ടു ജെ 5 എന്നും ആൻഡ് C2നെ നമ്മൾ ആൻഡ് C2 ഈക്വൽ ടു ബി ഇ റേസ് ടു ജെ 5 എന്നും എടുക്കുകയാണ്. ലെറ്റ് C1 ഈക്വൽ ടു എ ഇ റേസ് ടു ജെ 5 ആൻഡ് C2 ഈക്വൽ ടു ബി ഇ റേസ് ടു ജെ 5 എലോങ് വിത്ത് ദ വാല്യൂസ് ഓഫ് ഗാമ ഇൻ ആൽഫ ആൻഡ് ബീറ്റ. അതേപോലെ ഗാമയുടെ വാല്യൂ എങ്ങനെയാണ്? ഇവിടെ ഗാമ ഇസഡാണ്. ഗാമയ്ക്ക് നമ്മൾ ആൽഫ പ്ലസ് ജെ ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഈ എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്ത് വരും? എ ഇ റേസ് ടു ജെ 5 എ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് ആൻഡ് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ഇസഡ്. ജെ 5 എന്നാണ്. ജെ 5 ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് എന്ത് വരും? ബി ഇ റേസ് ടു ജെ 5 ഇ റേസ് ടു ഗാമ ഇസഡ്. ഗാമ ഇസഡിൻ ഗാമയ്ക്ക് എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ആൽഫ പ്ലസ് ജെ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ എന്ത് വരും? ഓക്കെ,